ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഒരു കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു ചോക്കോ ബാർ ഉണ്ടാക്കി നോക്കിയാലോ. ഫ്രിഡ്ജിൽ വെക്കുന്ന സമയം മാത്രമേ ഇതിനെടുക്കുള്ളൂ കേട്ടോ, അല്ലാതെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഡാർക്ക് ചോക്ലേറ്റാണ്. അപ്പോൾ അത് ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. വെള്ളം തന്നെ ഉണ്ടാവാൻ പാടില്ല, നമ്മൾ എടുക്കണ ബൗളിൽ തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ഒന്നും ശരിയായി കിട്ടൂല കേട്ടോ. അപ്പോൾ അതാ കണ്ടോ, ചൂട് തട്ടുമ്പോൾ അതിങ്ങനെ മെൽട്ടായിട്ട് വരും. നമ്മൾ വേറെ പാലൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, വെറും ചോക്ലേറ്റ് മാത്രം. പിന്നെ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കേക്കിനൊക്കെ എടുക്കണ പോലെ നന്നായിട്ട് സ്റ്റിഫാവുമൊന്നും വേണ്ട കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് ആക്കിയെടുത്താൽ തന്നെ മതി, അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പം ഞാനേതായാലും ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടിയും ചേർത്തെടുക്കുകയാണ് കേട്ടോ. കുറച്ച് ഒരു 2-3 സ്പൂണ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാൻ വേറെ വാനില എസൻസ് ഒന്നും ഒഴിച്ചു കൊടുക്കണില്ല, ഇതന്നെ നല്ല ടേസ്റ്റ് അല്ലേ, ക്രീം വെറുതെ ഒഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിക്ക് വെക്കും കേട്ടോ. ഫ്രിഡ്ജിക്ക് പറഞ്ഞാൽ ഫ്രീസറിലല്ല, അതിൻ്റെ താഴെയുള്ള തട്ടിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചോക്ലേറ്റൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ, ഒക്കെ ഒന്ന് നല്ലോണം മെൽട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അരിച്ചെടുക്കണമൊന്നുമില്ല കേട്ടോ, അത് പിന്നെ അങ്ങനെ തന്നെ കഴിക്കാനുള്ള കേക്കൊന്നും ഒഴിക്കല്ലോ. പിന്നെ ഞാൻ അതേപോലത്തെ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഐസിൻ്റെ മോൾഡൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ ഇതേപോലത്തെ കുറച്ച് ഗ്ലാസ് എടുത്തിട്ട് അതിനിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. അങ്ങനെ ചുറ്റിക്കുമ്പോൾ എവിടെയെങ്കിലും എത്താത്ത ഭാഗത്തൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഇതുപോലെ സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് അങ്ങോട്ട് ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കിയിട്ട് ഇങ്ങനെ കൗത്തി ഒന്ന് വെച്ച് കൊടുത്ത് നോക്കുക. എന്നിട്ട് ബാലൻസ് ഉള്ളതുണ്ടെങ്കിൽ അങ്ങോട്ട് ഒഴുകിപ്പോയിക്കോളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അടുത്ത കപ്പിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. എനിക്കിവിടെ ഒരു 7 കപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അതേപോലെ ചുറ്റിച്ച് ഫുള്ള് ഫില്ലാക്കിയിട്ട് വരിക. എന്നിട്ട് പിന്നെ ഗ്ലാസിൻ്റെ സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കത്രികേൻ്റെ ഇതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 7 എണ്ണത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഫ്രീസറിലേക്ക് വെക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി, അപ്പോഴേക്കും തന്നെ കട്ട് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടോ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളതാണിത്. അപ്പോൾ നല്ലോണം കട്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചത്, അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ഫുള്ള് അതിലേക്ക് ആക്കി കൊടുക്കുക. പിന്നെ അങ്ങനെ ഫുള്ളാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ചോറൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഷീറ്റ് ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ, അതിങ്ങനെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് നടുവൊന്ന് കീറി കൊടുക്കുക. എന്നിട്ട് അതിൽ കൂടെ നമ്മുടെ സ്റ്റിക്കും കൂടെ ഒന്ന് വെച്ചിട്ട് ഇറക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് അവിടെ വെച്ച് കൊടുക്കണം. നമ്മൾ ഫ്രീസറിലാണ് ഇനി വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ വെള്ളം ചാടേണ്ട വെച്ചിട്ടാണ് കേട്ടോ. ഇങ്ങനെ വെക്കുമ്പോൾ പിന്നെ വെള്ളമൊന്നും ചാടൂലല്ലോ. അപ്പോൾ ഞാൻ അതുപോലെ വെച്ച് കൊടുത്തു. ഇനി നേരെ ഫ്രീസറിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഞാനിത് വൈകുന്നേരത്ത് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടോ. അപ്പം ഞാൻ മക്കൾക്കൊന്ന് കൊടുത്തു നോക്കട്ടെ. അപ്പോൾ കണ്ടോ, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി. ഞങ്ങളിപ്പോൾ പുറത്തേക്കൊന്നും പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പോഴാണ് ചോക്ലേറ്റ് എടുത്തിട്ട് കഴിച്ചിട്ട് പോവാ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂട്ടത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ടൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്